2025-26 അധ്യയന വർഷം മുതൽ പുതുക്കിയ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് നോക്കാം. 4 ചാപ്റ്റേഴ്സ് ആണുള്ളത് ഇവിടെ. ഒന്നാമത്തത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം അല്ലെ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസവും അതും പഠിക്കാനുണ്ട്. ഓക്കെ, ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ നാമകരണവും ഐസോമെറിസം എന്നൊരു പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് ഓർഗാനിക് സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അവയുടെ രാസപ്രവർത്തനങ്ങളെ പഠിക്കുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മൂന്നാമത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടും ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതിനെക്കുറിച്ച് പഠിക്കുന്നു. നാലാമത്തെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ് ഉണ്ട്. വിവിധ കോമ്പൗണ്ട്സ് അതിന്റെ നാമകരണം എങ്ങനെയാണെന്നൊക്കെ എക്സാമ്പിൾ സഹിതം പഠിക്കാനുണ്ട്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്, ഒരു ശാഖയോട് കൂടിയ ആൽക്കെയിനുകളുടെ നാമകരണം, ഒരു ശാഖയുള്ള ആൽക്കെയിനുകളുടെ നാമകരണം അല്ലെ, ആൽക്കെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നാമകരണത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവിടെ ഉദാഹരണ സഹിതം നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പം തന്നെ പഠിക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് പേര് കൊടുക്കേണ്ടത്, പിന്നെ കുറച്ച് പട്ടിക പൂർത്തിയാക്കാൻ, അങ്ങനെ കുറച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കേനുകളുടെ നാമകരണം അല്ലെ, 1 ബ്രാഞ്ചിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ചസ് വന്നാൽ, കണ്ട് ഇവിടെ 1 ബ്രാഞ്ച് 2 ബ്രാഞ്ച്, അങ്ങനെ ഒന്നിലധികം ബ്രാഞ്ചസ് വന്നാൽ എങ്ങനെ നെയിം കൊടുക്കാം എന്ന കാര്യങ്ങളും അതിന്റെ നിയമങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ചില ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. കീറ്റോ ഗ്രൂപ്പ് ഉണ്ടോ, CO ഇങ്ങനെയൊക്കെ വന്നാൽ കീറ്റോ ഗ്രൂപ്പ്സ്, ഹാലോ ഗ്രൂപ്പ്, ഹാലോജൻസ്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവയുടെ ഗ്രൂപ്പ്സ്, ഹാലോ ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ട്, അവ ഏതൊക്കെ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. വിവിധങ്ങളായ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ട് അവരുടെ ഉദാഹരണ സഹിതം പഠിക്കാൻ കഴിയും. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. ആദേശ രാസപ്രവർത്തനങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയും. അതെന്താണത്? ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിനു പകരം മറ്റൊരു ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ അല്ലെ. ഒന്ന് മാറിയിട്ട് അതിന് പകരം മറ്റൊന്ന് വന്നു, ആദേശം ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നു. അതേപോലെയുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ് പറയുന്നത്, അഡീഷൻ റിയാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപൂരിത ഹൈഡ്രോ കാർബണുകൾ, അവയിൽ മറ്റ് ഗ്രൂപ്പ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു, അതിൽ കൂട്ടിച്ചേർക്കുന്നു, അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ ഷെല്ലുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, K ഷെൽ, L ഷെൽ, M ഷെൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, അങ്ങനെ. ഇവിടെ സബ് ഷെല്ലുകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വിവിധ സബ് ഷെല്ലുകൾ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെയോ ഓരോ ഇലക്ട്രോൺസിന് എങ്ങനെയൊക്കെ നമ്പർ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വിവിധങ്ങളായ നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അങ്ങനെയുള്ള വിവിധ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് കൊടുക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇലക്ട്രോൺ പൂരണത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. സബ് ഷെല്ലുകൾ കഴിഞ്ഞ സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അതിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഞാൻ നല്ല ചിത്രീകരിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പീരിയോഡിക് ടേബിൾ, വിവിധ ബ്ലോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, S ബ്ലോക്ക്, D ബ്ലോക്ക്, P ബ്ലോക്ക്, അങ്ങനെയൊക്കെ. പിന്നെ നാലാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആണ്, വാതക നിയമങ്ങൾ. പിന്നെ മോൾ കൺസെപ്റ്റ്, മോൾ സങ്കല്പനം എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ നമ്മളെ നിത്യജീവിതത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത്
ഒരു ഇതുപോലുള്ള ഒരു സിറിഞ്ചിലൊക്കെ നമ്മൾ പ്രസ് ചെയ്താൽ അതിന്റെ വോളിയം കുറച്ചാൽ എന്താവും, അതിനകത്ത് മർദ്ദം കൂടും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ചില പേരുകളൊക്കെ ഉണ്ട് അതിന്. ഉദാഹരണത്തിന് ബോയിൽസ് ലോ കണ്ടോ, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്ന ഒരു ലോ ആണ് ബോയിൽസ് ലോ. അങ്ങനെയുള്ള നിയമങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. എക്സാമ്പിൾ സഹിതം ചിത്രീകരണങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.